ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കാൽ ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് 4 ലെഗ് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി ഇതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കാം. 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 6-7 വെളുത്തുള്ളി, 2 പീസ് നല്ല നാടൻ ഇഞ്ചിയാണിത്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇതാവുമ്പോൾ എരിവ് കുറവും നല്ല കളറും കിട്ടും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഗരം മസാല പൗഡർ. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി ഇവയൊക്കെ കൂടി അല്പം ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം മസാല, അധികം ലൂസായി പോകരുത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഗ് പീസ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ ഉള്ളിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ലെഗ് പീസിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മസാല തേക്കുക. ഞാനിവിടെ എല്ലാം മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാവണം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ ലെഗ് പീസും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു പുറം നല്ലപോലെ ഫ്രൈ ആവണം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു പുറം ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോയി ഉള്ളി വേവില്ല. തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കറിവേപ്പില. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ ലെഗ് പീസൊക്കെ ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ചിക്കൻ ലെഗ് ഫ്രൈ ഇവിടെ തയ്യാറായി. ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുവാനും കൂടുതൽ നല്ല റെസിപ്പികൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.